ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. അത് വന്നിട്ട് നമ്മൾ ഒരാഴ്ചയായിട്ട് അച്ഛൻ്റെ അടുത്ത്, അതായത് അനിയത്തിയുടെ അടുത്ത് പോണ്ടിച്ചേരി പോയിരുന്നു. അതിന് ശേഷം വന്നിട്ട് പിന്നെ നമുക്ക് കുഞ്ഞന്മാരെ അടുത്ത് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് കുഞ്ഞന്മാരില്ല. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇത് എല്ലാവരും ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പം നല്ല മഴയൊക്കെയാണല്ലോ. അപ്പം അങ്ങനെ ഇരുന്നപ്പം എനിക്ക് തോന്നി അതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ഇപ്പം മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. നമ്മുടെ ചക്കക്കുരുവിനെ ഒന്ന് വറക്കാൻ പോവുകയാണ് കേട്ടോ. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചാച്ചൻ്റെ അമ്മച്ചീൻ്റെ, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കൂടെ ആയിരുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ ചക്കക്കുരു വറക്കും. കൂടുതലും വറക്കുകയല്ല, ചുടുകയാണ് കേട്ടോ. അടുപ്പിൻ്റെ ഉള്ളിൽ കനലിലിട്ടിട്ട് ചുടും. പിന്നെ ചക്കക്കുരു ഉപ്പിട്ടിട്ട് പുഴുങ്ങും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ചിലപ്പം അറിയണ്ടാവില്ല. കാരണം ഇപ്പോൾ ഒന്നും ആരും ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് ചക്കക്കുരു കിട്ടി. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചക്കയും മാങ്ങയൊന്നുമില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ചക്കയൊക്കെ തരുമ്പോഴാണ് നമ്മളിങ്ങനെ എടുത്തു വെക്കും ചക്കക്കുരു. ഞാനിത് കുറച്ച് കിട്ടിയത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരു മാസമായി കേട്ടോ. ഇത് കണ്ടു, ഇത് മുളച്ചതാണേ. നല്ല മൂത്ത് ചക്കക്കുരുവൊക്കെ ഇതേ മുള വന്നതാണ്. അപ്പോൾ മുളച്ചയാണേലും കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കിട്ടാത്ത സാധനമല്ല, അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇതിനെയപ്പോൾ നമുക്ക് വറുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. എല്ലായിടത്തും നല്ല മഴയാണ്. നമുക്കിവിടെ വയനാട്ടിൽ റെഡ് അലേർട്ടാണ്. എല്ലാവരും അതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് സേഫായിട്ടിരിക്കുക. പിള്ളേർക്കൊക്കെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തൊന്നും പോകാതെ വെള്ളത്തിലൊന്നും കളിക്കാതെ സേഫായിട്ടിരിക്കുക. കുഞ്ഞന്മാരില്ലാതെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത്. അവന്മാരുടെ അടുത്ത് പോകാനേ നമുക്ക് ഒഴിവ് കിട്ടിയില്ല. നമ്മളിത് ചുടുന്ന സമയത്താണ് ഇതിൻ്റെ കണ്ണുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കൊത്തിക്കളയും കത്തിയും കൊണ്ട്, എന്നിട്ടാണ് ചുടുക. അപ്പോൾ വറക്കുന്നതായതുകൊണ്ട് നമ്മളങ്ങനെയൊന്നും ചെയ്തില്ല. ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും അയ്യേന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്കിങ്ങനെ മഴയത്തിരുന്നപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. ഇവിടെ ചക്കക്കുരുവൊക്കെ ഇതേ നല്ല വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതിനെ പൊളിച്ച് ഒരു കുഞ്ഞി ചട്ടിയിലിട്ടിട്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന നമ്മുടെ ടെസ്റ്റർ പിച്ചൂടനാണ്. പിച്ചൂടൻ കഴിക്കും. കുഞ്ഞന്മാരിതേ പിന്നെ വീഡിയോ കോൾ വന്നിട്ടുണ്ട്. കുഞ്ഞന്മാരെ ഒന്ന് ഹായ് പറ. അവന്മാരെന്തൊക്കെയോ പറയാ. ആദ്യം ഹായ് പറയണ്ട, എന്നിട്ടല്ലേ ബാക്കി പറയാ. 3 പേരെയും കാണിക്കേ. അപ്പൂസ ക്യാമറ കുറച്ച് ഇങ്ങോട്ട് വെക്ക്. അവന്മാരെ വീഡിയോ കോൾ ചെയ്ത് അടുത്തില്ലാത്തോണ്ടേ. അപ്പൊ നമുക്ക് പിച്ചൂടിനെ കൊണ്ട് കഴിപ്പിക്കാം. പിച്ചൂടൻ കഴിക്കു. പിച്ചൂടാ, എന്റെ ചക്കക്കുരു അയ്യോ വറുത്തത് നല്ല വെന്തിട്ടുണ്ട്. ടേസ്റ്റിയാണ്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നില്ലേ? പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇത് കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് മഴക്കാലത്ത് തന്നെയായിരുന്നു ചായക്കുള്ള കടി. പണ്ടത്തെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ? ഇപ്പൊ ആണ് ആരും ഇങ്ങനെയൊന്നും ചെയ്യാത്തത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. കുഞ്ഞന്മാര് ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറ. വീഡിയോ കാണണമെന്ന് പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മുഖം കാണിക്കേ. കാണിക്കേ. ബൈ.